ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മനുഷ്യൻ എന്ന വർഗം തുടക്കം കുറിച്ചത് മുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പരസ്പരമുള്ള സ്നേഹം. ഒരു വികാരമാണത്. ഒരേ പേരിൽ പല രീതിയിലായി അവതരിപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന, നിർവചിച്ചാലും അർത്ഥം തികയാതെ വരുന്ന ഒരു വികാരം. എന്ന് തൊട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യർ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതൊരു നീണ്ട ചരിത്രമാണ്, വിശദമായി പറയേണ്ടതില്ല. ഏകാന്തനായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ ഏകാന്തത മാറ്റിക്കൊടുക്കാൻ എന്ന വണ്ണം ഒരു സുപ്രഭാതത്തിൽ ഹവ്വ റളിയല്ലാഹു അൻഹ, മനുഷ്യവർഗത്തിൻ്റെ ഉമ്മ, അവരെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുകയാണ്. മറ്റു വശങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പ്രതിപാദിക്കുന്നില്ല. അവരെ കണ്ടുമുട്ടിയതോടുകൂടി ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റമാണ് പ്രകടമായത്. നമുക്കറിയാം, അന്ന് തൊട്ട് അവരൊരു വലിയ സ്നേഹസാഗരത്തിൻ്റെ ഉറവിടങ്ങളായി അവർ മാറി. ആദം നബിയും ഹവ്വ റളിയല്ലാഹു അൻഹയും കൂടി ചേർന്നപ്പോഴാണ് സ്നേഹസാഗരത്തിൻ്റെ തുടക്കമുണ്ടായത്. അതിൻ്റെ ഉദ്ഭവം അഥവാ അതിൻ്റെ ആദ്യ തുള്ളി അതങ്ങോട്ട് പൊട്ടി ഒഴുകി വ്യാപിച്ച് ലോകം മൊത്തം വ്യാപിച്ചു. സ്നേഹിക്കപ്പെടുക എന്ന മഹാഭാഗ്യത്തിനോളം മറ്റൊന്നും മനുഷ്യജന്മത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. സ്നേഹിക്കപ്പെടുക, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിരവധി അവസരങ്ങളിൽ പല രീതിയിലായി പ്രകടിപ്പിക്കപ്പെടുന്ന, ഒരേ പേരിൽ അറിയപ്പെടുന്ന സ്നേഹമെന്ന വികാരം, അത് ലഭ്യമാവുക എന്നതിനപ്പുറം മറ്റൊരു ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. മാതാപിതാക്കളുടെ സ്നേഹം കൊതിക്കാത്തവരാരാ? മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹപ്രകടനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. വാത്സല്യമായി, സുരക്ഷയായി, കരുതലായി, സ്നേഹമായി, അവിടെ തന്നെ പല വകഭേദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സഹോദരങ്ങൾ, പരസ്പരമുള്ള ഒരു ഉമ്മയുടെയും പിതാവിൻ്റെയും മക്കളായി ജനിച്ച മറ്റ് സഹോദരങ്ങൾ, അതും സഹോദരിമാരുടെ സ്നേഹപ്രകടനത്തിനും സഹോദരന്മാരുടെ സ്നേഹപ്രകടനത്തിനും വ്യത്യാസങ്ങളുണ്ട്. ഭാര്യ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടാൻ കൊതിക്കുന്നവളാണ്. ഭർത്താവ് ഭാര്യയുടെ സ്നേഹത്താൽ പുളകിതമാവാൻ സദാ കൊതിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. പാറക്കല്ലിൽ ചുട്ടുപഴുത്ത പാറക്കല്ലിൽ തെളിനീരൊഴിച്ച പോലെ എന്നൊക്കെ പുരുഷ മനസ്സിനെ, ഭാര്യയുടെ സ്നേഹം ലഭിക്കുന്ന പുരുഷ മനസ്സിനെ വിശേഷിപ്പിക്കാറുണ്ട്. ആര് വിശേഷിപ്പിച്ചു എന്നതല്ല, ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. അധ്യാപകൻ ശിഷ്യരോട് കാണിക്കുന്ന സ്നേഹം, അത് മറ്റൊരു
രീതിയിലാണ് അതിൻ്റെ പ്രകടനവും അതിൻ്റെ ഫലവും. മക്കളാൽ, കൂട്ടുകാരാൽ, എല്ലാത്തിനും ഒറ്റപ്പേരായി സ്നേഹം എന്ന് പറയാമെങ്കിലും ഒരുപാട് വിവക്ഷിച്ചാലും വിവേചിച്ചാലും തീരാത്ത, വാക്കുകൾ മതിയാവാത്ത, ആലങ്കാരികമായി പറയുകയാണെങ്കിൽ കടലിലെ ജലം മുഴുവൻ മഷിത്തുള്ളികളാക്കി എഴുതാൻ ശ്രമിച്ചാലും തീരാത്ത അത്രയും വിവരണാതീതമാണ് സ്നേഹത്തിൻ്റെ വിഭജനം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിർവചനം. എന്നാലോ അതിൻ്റെ മറുവശം ചിന്തിച്ചു നോക്കൂ. സ്നേഹിക്കപ്പെടാതിരിക്കുക അല്ലെങ്കിൽ സ്നേഹം നിഷേധിക്കപ്പെടുക, അതൊരു വലിയ ദൗർഭാഗ്യമാണ്, ഒരു വലിയ ദുരന്തമാണത്. അതും വളരെ കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. വളരെ കുറച്ചു കാലമല്ലേ മനുഷ്യൻ്റെ ആയുസ് ഉള്ളൂ. ഓരോ ഘട്ടങ്ങളിലായി ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ. ഇതിൽ ആരുടെയും സ്നേഹം ലഭിക്കാതിരിക്കുക, ഏവരാലും അവഹേളിക്കപ്പെടുക, ഏവരാലും മാറ്റി നിർത്തപ്പെടുക, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കപ്പെടുക, ഇത്തരത്തിൽ സ്നേഹനിഷേധം അത് സഹിക്കാൻ സാധിക്കുന്നതല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ചൂണ്ടിക്കാണിക്കപ്പെടാവുന്ന കാരണമേതുമില്ലാതെ സ്നേഹം നിഷേധിക്കപ്പെടുന്നതിന് എന്ത് ന്യായീകരണമുണ്ട്? എന്തെങ്കിലും കാരണം വേണം. മാതാവ് സ്നേഹിക്കാതിരിക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം. അതിനൊരു കാരണമില്ല. കാരണം അത് നൈസർഗികമാണ്, അത് സ്വാഭാവികമാണ്. ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത് താഴോട്ടാണ്, എന്തുകൊണ്ട് മേലോട്ട് വർഷിക്കുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പോലെയാണത്. മാതാവിൻ്റെ സ്നേഹം അത് നിരന്തരമായി വന്നുകൊണ്ടിരിക്കേണ്ടതാണ്. തിരിച്ച് മക്കളുടെ സ്നേഹം മാതാവിനോട് അല്ലെങ്കിൽ പിതാവിനോട് അത് തിരിച്ചും ഒഴുകിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതിന് തടസ്സം അല്ലെങ്കിൽ ഭംഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്നുള്ള ഒരു സംഭവം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മനുഷ്യനും സ്നേഹിക്കപ്പെടാൻ പിറന്നു വീണ ആ നിമിഷം തൊട്ട് കൊതിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഓർത്ത് നോക്കിയിട്ടുണ്ട്. അത് ഓരോ നിമിഷം, ഓരോ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് മുതൽ, അതിൻ്റെയും മുൻപ് മാതാവിൻ്റെ സ്നേഹത്തഴുകലുകൾ, ഇടപെടലുകൾ ഗർഭത്തിലിരിക്കുമ്പോഴേ കുട്ടിയെ സ്വാധീനിക്കുന്നു എന്ന് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ശാഖകൾ നമ്മളോട് പറയുന്നുണ്ട്. ഈ അന്ന് തൊട്ട് കൊതിക്കുന്ന ഈ സ്നേഹം അവസാന ശ്വാസം വരെയും സ്നേഹിക്കപ്പെടട്ടെ എന്നുള്ള അതേ രീതിയിൽ, അതേ ചിന്തയിൽ തന്നെയാണ് മനുഷ്യൻ്റെ കൊതി തുടരുന്നത്. നമ്മുടെ മനുഷ്യ ജീവിതം ഒരു അരങ്ങ, ഒരു സ്റ്റേജ്. അവിടെ കാലാനുസൃതമായി സ്നേഹിക്കുന്ന ആളുകൾക്ക് ഭാവമാറ്റം സംഭവിക്കുന്നു മാത്രം. ആദരവ് സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ബഹുമാനം ഒരു മറുവശമാണ്. വാത്സല്യം, കരുണ, ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഓരോ പരിച്ഛേദങ്ങൾ മാത്രമാണ്. സ്നേഹിക്കപ്പെടേണ്ടത് അവകാശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആകാശത്തു നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുക എന്നുള്ളത് ഭൂമിയുടെ അവകാശമാണ്. അത് ഭൂമിയുടെ അവകാശമാണ്, അല്ലാഹു തആല കണക്കാക്കിയ അവകാശം. അതുപോലെ സ്നേഹിച്ചിരിക്കേണ്ടത്, നമ്മുടെ ഓരോ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സ്നേഹം കൊടുത്തിരിക്കേണ്ടത്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ആകാശത്തിൻ്റെ ആ കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം, പടച്ചവനേൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ഭൂമിയിലേക്ക് മഴ വർഷിക്കുക എന്നുള്ളത്. എന്നതുപോലെ നമ്മിലുള്ള സ്നേഹം അത് മാതാവിന് കൊടുക്കേണ്ടത് ആ രീതിയിൽ, ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് ആ രീതിയിൽ, മക്കൾക്ക് കൊടുക്കേണ്ടത് ആ രീതിയിൽ, ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കേണ്ടവർക്ക് കൊടുത്തിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹം എന്നുള്ളതൊരു സക്രിയമായ ഒരു പ്രവർത്തനമാണ്. മാതാവ് മക്കളെ സ്നേഹിക്കുമ്പോൾ തിരിച്ചും മക്കൾ മാതാവിനെ സ്നേഹിക്കുന്നു.
അവിടെയാണ് പിതാവ് മകനെ സ്നേഹിക്കുന്നു, മകളെ സ്നേഹിക്കുന്നു, തിരിച്ചും ആ സ്നേഹം സംഭവിക്കുന്നു. നമ്മൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രവാചകനോട് കൽപ്പിച്ചത് എന്താ? പ്രാർത്ഥിക്കാൻ, വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ മാതാപിതാക്കൾ ഞാൻ ശൈശവ ദശയിലായിരിക്കുമ്പോൾ ഏത് രീതിയിലാണ് എന്നോട് കരുണ കാണിച്ചത്, സ്നേഹം കാണിച്ചത്, തത്തുല്യമായ രീതിയിൽ അവർ വാർദ്ധക്യ സഹജമായ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അതിനനുസൃതമായി അവരോട് നീ കരുണ കാണിക്കണേ എന്നുള്ളൊരു കണ്ടീഷൻ രീതിയിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മാതാവ് ശിശുക്കൾക്ക് സ്നേഹം, വാത്സല്യം, കരുതൽ എല്ലാം നൽകിയിരിക്കണം എന്നുള്ളതാണ്. അത് എപ്പോൾ തുടങ്ങണം? ചുരത്തപ്പെടുന്ന ഓരോ തുള്ളി മുലപ്പാലിനുമൊപ്പം സ്നേഹവും സമാസമം ചേർക്കപ്പെടണം. ഉരുട്ടപ്പെടുന്ന ഓരോ ഉരുളയ്ക്കുമൊപ്പവും സ്നേഹത്തിൻ്റെ ചേരുവ കൂടി ചേർന്നേ പറ്റൂ. പഠിപ്പിക്കപ്പെടുന്ന ഓരോ അക്ഷരത്തിനുമൊപ്പം സ്നേഹവും കൂടി പകുത്തു നൽകിയേ ഒക്കൂ. ചാരത്തിരിക്കുന്ന ഓരോ നിമിഷത്തിലും സ്നേഹം സ്നേഹമായി പങ്കുവെക്കപ്പെടണം പരസ്പരം. സ്നേഹത്തിന് നിർവചനമില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്നേഹത്തും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അത് പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മനുഷ്യർക്കിടയിലിരിക്കുമ്പോൾ അത് മുന്നിലിരിക്കുന്ന മനുഷ്യർ, മാതാവ്, പിതാവ്, മക്കൾ, ഭാര്യ, സഹോദരങ്ങൾ, കൂട്ടുകാർ, നാട്ടുകാർ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവരോട് ആ സ്നേഹത്തിൻ്റെ പ്രകടനം അത് വകഭേദങ്ങളായി പ്രകടിച്ചു കൊണ്ടിരിക്കണം. മനുഷ്യരാരുമില്ലാത്ത അവസ്ഥയാണെങ്കിലോ വേറെയും ജീവികളുണ്ടല്ലോ, ജീവജാലങ്ങളുണ്ടല്ലോ, സസ്യലതാദികളുണ്ടല്ലോ. സ്നേഹം അണമുറിയാതെ സമയ സന്ദർഭങ്ങൾ നിർവചനത്തെ മാറ്റി എഴുതുമെന്നല്ലാതെ സ്നേഹപ്രവാഹത്തിന് ഒരിക്കലും ഭംഗം സംഭവിക്കുന്നില്ല. ഇനി ഉള്ളിൽ സ്നേഹം കട്ടയായി അട്ടിയായി വെക്കുന്ന ആളുകളുണ്ട്. ഉള്ളിൽ സ്നേഹം ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് ഉള്ളം നിറഞ്ഞ സ്നേഹം പുറത്ത് പ്രകടമായിട്ട് കാണണം. ഉള്ളിടത്തോളം സ്നേഹം പ്രസാദമായി അർഹതപ്പെട്ടവർക്കെല്ലാം നൽകുകയും വേണം. അവകാശപ്പെട്ടവർക്ക് അവകാശം നൽകണമല്ലോ. അപ്പോൾ ഏറ്റവും വലിയ അവകാശമാണ് സ്നേഹം. അത് നിർലോഭമായി നൽകിക്കൊണ്ടേയിരിക്കണം. അത് അർഹരായവർക്ക് കിട്ടണം, അനർഹർക്ക് അതിൻ്റെ പങ്ക് വീതിച്ചുകൂടാ. ഇനി മറ്റൊരു വശം നമ്മൾ ചിന്തിക്കാം. അലംഘനീയമായൊരു വിധി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, മരണം. ജീവിതകാലത്ത് പരസ്പരം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവകാശമായി അർഹതയായി എന്നൊക്കെ പറയുന്ന സ്നേഹം, അത് ജീവിതകാലത്തിലെ അതിനെ സ്നേഹം എന്ന് വിളിക്കാൻ കഴിയും. ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് പോയാൽ ആ സ്നേഹത്തിൻ്റെ പേര് പിന്നെ ഓർമ്മ എന്നായിട്ട് മാറും. സ്നേഹിച്ചിരുന്നവർ, പരസ്പരം സ്നേഹിച്ചിരുന്നവർ, ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെയായി സ്നേഹിച്ചിരുന്നവർ, അവരിൽ ഒരു കണ്ണി മുറിഞ്ഞു പോയാൽ ബാക്കിയുള്ളവർ, ജീവിച്ചിരിക്കുന്നവർ, അവരെ ഓർത്തുകൊണ്ടിരിക്കും, ഓർമ്മയിൽ സൂക്ഷിക്കും അവരുടെ കാലം അവസാനിക്കുന്നവരെ. അവർ മൺമറഞ്ഞു പോയവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പിൽത്തലമുറക്ക് പകർന്നു നൽകിയിട്ടുണ്ടെങ്കിൽ അവരിലൂടെയും ആ സ്നേഹം നിലനിൽക്കും. പ്രവാചകൻ്റെ സ്നേഹം സഹജീവികളോട്, സഹചരരോട്, അനുചരരോട്, മാൻപേടയോട്, ഇങ്ങനെ തുടങ്ങി ആ പ്രവാചകൻ്റെ സ്നേഹം കണ്ടറിഞ്ഞ സഹാബികൾ അത് എഴുതി വെച്ചു, അത് പറഞ്ഞു വെച്ചു. അത് കേട്ടറിഞ്ഞവർ പിൽത്തലമുറക്കത് പകർത്തി നൽകി, അത് പറഞ്ഞു നൽകി. അത് നമ്മുടെ മുൻപിലും ചിരപരിചിതമായ അറിവാണത് എന്നതുപോലെ. ഇനി മറ്റൊരു വശം ചിന്തിച്ചു നോക്കൂ. വെറുക്കപ്പെടുക എന്നതിലും കഠിനമാണ് അഭിനയിക്കപ്പെടുന്ന സ്നേഹം. മുഖാമുഖം കാണുമ്പോൾ പുഞ്ചിരിക്കുക, അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കുക, കെട്ടിപ്പിടിക്കുക, പുറംതിരിഞ്ഞു നിന്നാൽ
ഛേ എന്ന് നടിക്കുക, അത് മായം കലർത്തപ്പെട്ടത്, അതൊരിക്കലും സ്നേഹമില്ല. സ്നേഹത്തിൽ മായം കലർത്തപ്പെടരുത്. സ്നേഹം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തതാവണം. ജീവിതത്തിൽ ആദ്യം നുകർന്ന ഉമ്മയുടെ മുലയിൽ നിന്ന്, സ്തനത്തിൽ നിന്ന് ആദ്യം നുകർന്ന പരിശുദ്ധമായ അമൃത് പോലെ സ്വാഭാവികമായ പരിശുദ്ധമായതായിരിക്കണം സ്നേഹം. നമ്മളോർത്ത് നോക്ക്, നമ്മുടെ നാടുകളിലൊക്കെ ആടുകളെ വളർത്താറുണ്ട്. മുട്ടനാടുകളെ വളർന്നാൽ നമ്മൾ വിൽക്കാറുണ്ട്. ആ മുട്ടനാടിനെ ഏതെങ്കിലും അകലെയുള്ള ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും വ്യക്തി വാങ്ങിയവൻ, അതിന് ആടിനെ വില കൊടുത്ത് വാങ്ങിയവൻ, അതിനെ ഇറച്ചിയാക്കി വിൽക്കാനോ കഴിക്കാനോ വേണ്ടി അതിനെ അറക്കുന്ന വേളയിൽ അത് കരയുന്ന ഒരു കരച്ചിലിൻ്റെ പ്രതിഫലനം ആ മുട്ടനാടിൻ്റെ തള്ളയാട് ഉള്ള സ്ഥലത്ത് അപ്പോൾ അതിന് ചില തരംഗങ്ങളായി ലഭിക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മുറിക്കാൻ കഴിയില്ല, കഴുത്ത് മുറിച്ചാലും സ്നേഹം മുറിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സംഭവം. നമ്മൾ ഓർത്ത് നോക്കുക, അകാരണമായി ചില സമയത്ത് നമ്മുടെ മനസ്സിൽ ചില കൊളുത്തിവലികൾ, എന്താ കാരണം എന്നറിയില്ല, എന്താണ് പ്രശ്നമെന്നറിയില്ല. എവിടെയും ഒരു പ്രശ്നങ്ങളില്ല, ജോലിയിൽ, ജീവിതത്തിൽ, യാത്രയിൽ, വഴിയിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ മനസ്സിൽ എന്തോ ഉരുണ്ട് കൂടുന്ന, അല്ലെങ്കിൽ എന്തോ കലങ്ങി മറിയുന്ന ഒരു അവസ്ഥ കാണാം. നമ്മൾ ഓർത്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സ്നേഹ ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹ വലയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഹൃദയവുമായി ബന്ധിച്ചിരിക്കുന്ന നമ്മുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ, ഇങ്ങനെയുള്ള ഇവരുടെ എന്തെങ്കിലുമുള്ള ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ ഒരു വൈഷമ്യത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇവിടെ വരുന്നത്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ആനന്ദദായകമായി ആയുസ്സിൻ്റെ ഒടുക്കം വരെ പരിലസിക്കേണ്ട സ്നേഹം ഒരിക്കലും അരോചകമായിട്ട് മാറരുത്. ഇനി മറ്റൊരു കാര്യം നോക്കൂ. കൊതിക്കുന്നവരിൽ നിന്ന് കിട്ടാതിരിക്കുക, കിട്ടരുത് എന്ന് വിചാരിക്കുന്നവരിൽ നിന്ന് എടുക്ക് നിർബന്ധിക്കപ്പെടുക, ഇത് സ്നേഹത്തിൻ്റെ വിഷയത്തിൽ വലിയ ഗുരുതരമായൊരവസ്ഥയാണ്. സ്നേഹം നിമിത്തം ശിഷ്ടജീവിതം ദുരന്തമായി കലാശിക്കുക എന്ന അവസ്ഥയിലേക്ക് അപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരും. കാരണം തള്ളാനും കഴിയില്ല, കൊള്ളാനും കഴിയില്ല. കൊള്ളാൻ പറ്റുമോ? പറ്റില്ല. കാരണം കിട്ടേണ്ട സോഴ്സിൽ നിന്നല്ല കിട്ടുന്നത്. ആ സോഴ്സിൽ നിന്ന് വരുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ അത് കിട്ടേണ്ട സോഴ്സിൽ നിന്ന് കിട്ടാതാകുമ്പോൾ, കിട്ടരുതാത്ത സോഴ്സിൽ നിന്ന് വരുന്നത് എടുക്കാൻ സമ്മർദ്ദപ്പെടുക, അത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. സ്നേഹവും സാന്ത്വനവും സഹായവും ഒക്കെ ഇങ്ങനെ സംഭവിക്കും. ചില ആളുകളെക്കുറിച്ച് സ്നേഹശൂന്യരെന്ന് വിലയിരുത്തപ്പെടാറുണ്ട്. അത് ഒഴുകാൻ വിങ്ങി നിൽക്കുന്ന ഉറവയുണ്ടല്ലോ, ഉറവ ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ ഇങ്ങനെ വിങ്ങി നിൽക്കുമ്പോൾ അതിന് നിൽക്കുന്ന ചെറു തടസ്സങ്ങൾ പോലെയാണത്. ആ തടസ്സങ്ങൾ ഇങ്ങോട്ട് തട്ടി നീക്കണം. മനസ്സിൻ്റെ ഈഗോ, മനസ്സിലുള്ള ചെറിയ തടസ്സങ്ങളുണ്ട്, ചെറിയ തടസ്സങ്ങൾ, നിസ്സാരമായ തടസ്സങ്ങൾ. മാതാവിനെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ഉള്ളു തുറന്ന് സംസാരിക്കാൻ, ഭാര്യയോട് സംസാരിക്കാൻ, മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ, ഇതിനൊക്കെ പറ്റാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത പൈശാചികമായ ചില തടസ്സങ്ങൾ, ചില്ലറ തടസ്സങ്ങൾ, ഈഗോ മനുഷ്യന്മാരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. അവയെ തട്ടിമാറ്റാൻ, അവയെ പൊളിച്ചടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ആ സ്നേഹം ഒന്നിച്ചിങ്ങോട്ട് കുതിച്ചൊഴുകും. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം നിരന്തരമായി ഭാര്യയുടെ ഹൃദയത്തിലേക്കൊഴുകും, മക്കളിലേക്കൊഴുകും, മാതാപിതാക്കളിലേക്കൊഴുകും, സഹോദരങ്ങളിലേക്കൊഴുകും. വളവ് തിരിവില്ലാത്ത വിധം അവ ഒരു സുന്ദരമായ ഒരു പ്രവാഹമായി അങ്ങോട്ടൊഴുകുമ്പോൾ ആ ധാരയുടെ ഇരട്ടിക്കിരട്ടിയുമായി തിരിച്ചിങ്ങോട്ടും കിട്ടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കൂ,
പശുവിൻ്റെ അകടിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ക്ഷീരം, പാല്, അത് ധാരയായി കുംഭത്തിലേക്ക് ചുരത്തപ്പെടുക എന്നുള്ളത് സ്വാഭാവികമല്ല. പശുവിൻ്റെ അകട്ടിൽ നിന്ന് പാല് സ്വാഭാവികമായിട്ട് പുറത്തേക്ക് ഒഴുകി വരുമോ? ഇല്ലല്ലോ, ഇല്ല. അതിന് ശ്രമങ്ങൾ വേണം. തഴുകലും സ്നേഹവും പരിഗണനയും തലോടലും എല്ലാം ചേരുമ്പോൾ പരിശുദ്ധമായ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച ആ മാലിന്യത്തിൻ്റെ അരികിലൂടെ ഒഴുകി വരുന്ന പരിശുദ്ധമായ ക്ഷീരം നമുക്ക് ലഭിക്കുന്ന പോലെ നമ്മുടെ മക്കളെ തലോടാനും സ്നേഹിക്കാനും തുറന്ന് സംസാരിക്കാനും ഭാര്യമാരോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരനോട് ചോദിച്ചു, നിനക്ക് ഇന്നവളെ അല്ലെങ്കിൽ ഒരു കന്യകയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ആഹ്ലാദിക്കാമായിരുന്നല്ലോ, കളിക്കാമായിരുന്നല്ലോ, ഉല്ലസിക്കാമായിരുന്നല്ലോ എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ സ്നേഹം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും തടസ്സങ്ങളും മറയുമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ മാധുര്യം അവിടെ നിറഞ്ഞു നിൽക്കും. സ്നേഹം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊരു വലിയ ചൂഷണം തന്നെയാണ്. സ്നേഹം കാണിച്ച് ചൂഷണം നടത്തുക എന്ന പ്രലോഭനം, സ്നേഹത്തിൻ്റെ വലിയ മൂടുപടം അണിഞ്ഞ്, മുഖം മൂടി അണിഞ്ഞ് വഞ്ചനയിൽ അകപ്പെടുത്തുന്ന, വലയിൽ അകപ്പെടുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പഴയ രീതികളും പുതിയ രീതികളും ഒക്കെ ഉപയോഗപ്പെടുത്തി വേടന്മാർ നിറഞ്ഞു നിൽക്കുന്നൊരു കാലമാണത്. നിരന്തരം കെട്ടിയാടപ്പെടുന്ന നാടകവും അഭിനയവും സ്നേഹം തന്നെയാണ്. അത്രയ്ക്ക് അഭിനയിക്കപ്പെടുന്ന മറ്റൊന്നില്ലല്ലോ. സ്നേഹത്തിൻ്റെ എത്ര അഭിനയം വേറെ ആരഭിനയിക്കുന്നു? പുഞ്ചിരിക്കുന്ന മുഖം സ്നേഹമല്ലെന്ന് ഉറപ്പിക്കാൻ ആരെ കൊണ്ടാവും? അത് അഭിനയമാണോ സ്വാഭാവികമാണോ എന്ന് ആർക്ക് തിരിച്ചറിയാൻ പറ്റും? പലയിടത്തും ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടിയും രണ്ട് ചെറുപ്പക്കാരും ഇരിക്കുന്നു അപ്പുറവും ഇപ്പുറവും. തോളിലും കൈകോർത്ത് പിടിച്ചുമൊക്കെ ഇരിക്കുന്നു. ഇവൻ വിചാരിക്കുന്നു ഞാൻ ഇവളെ തോളിലാണ് കയറ്റിരിക്കുന്നത്. അവൻ വിചാരിക്കുന്നു അവൾ എൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്, അവൾ എന്നെ സ്നേഹിക്കുന്നു. ഇവൻ വിചാരിക്കുന്നു ഇവൾ എന്നെ സ്നേഹിക്കുന്നു. മൂടുപടങ്ങൾ, വഞ്ചനകൾ, വാരിക്കുഴികൾ. സ്നേഹത്തോളം നടിക്കപ്പെടുന്നത്, അഭിനയിക്കപ്പെടുന്ന മറ്റൊരു അഭിനയമില്ല, അതിലും വലിയൊരു മുഖം മൂടിയില്ല. അതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിശിഷ്യ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കപ്പെടുന്നതും വാരിക്കുഴികൾ തീർക്കപ്പെട്ടിട്ടുള്ളതും സ്നേഹം കാണിച്ചാണ് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ സ്നേഹം, പരിശുദ്ധമായ പവിത്രമായ സ്നേഹം, അതിനവസാനമില്ല. അത് ഓർമ്മയായി, മായാത്ത മറയാത്ത ഓർമ്മയായി സ്നേഹത്തിൻ്റെ ജ്വാല എന്നും തെളിഞ്ഞു കത്തിക്കൊണ്ടേയിരിക്കും. പരസ്പരം അർഹതപ്പെട്ടവരെ സ്നേഹിക്കാനും അർഹതപ്പെട്ടവരിൽ നിന്ന് സ്നേഹം സ്വീകരിക്കാനും സ്നേഹവും ലാളനയും സാന്ത്വനവും നേടി ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാനും അള്ളാഹുവിൻ്റെ എല്ലാത്തിനുമുപരി നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ ജീവനായ പുണ്യപ്രവാചകനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യപ്രവാചകനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹഭാജനമായി നമ്മൾ കണക്കാക്കേണ്ടത്. അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ഇൻ കുൻതും, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നെ പിൻപറ്റൂ, എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ സ്നേഹത്തിൽ, അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണിയിൽ നിങ്ങളെയും കൂടി കൂട്ടിച്ചേർക്കും. നമ്മളോർക്ക് പ്രവാചകൻ്റെ കാലത്ത് സഹാബികൾ എല്ലാം മറന്നിരുന്നത് പ്രവാചകൻ്റെ പേരിലായിരുന്നു. അവരേറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരുന്നു. പ്രവാചകൻ ആരൊക്കെ സ്നേഹിക്കാൻ സാധിക്കുന്നുവോ അവർക്കൊക്കെ
സ്വന്തം മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, നൊന്തുപെറ്റ മാതാവിനെയും വളർത്തി വലുതാക്കിയ പിതാവിനെയും, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരെക്കാളും നമ്മൾ പ്രവാചകനെ സ്നേഹിക്കാൻ സാധിക്കുമ്പോഴേ, നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകനെ സ്നേഹഭാജനമായി നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്താൻ സാധിക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുന്നുള്ളൂ. അപ്പോഴേ നമ്മളൊരു യഥാർത്ഥ മുസൽമാനാവുന്നുള്ളൂ. അപ്പോഴേ നമ്മൾ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നവനാകുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുക എല്ലാത്തിനും ഉപരി. അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളെയും സ്നേഹിക്കുക, മാതാപിതാക്കളെ, ഭാര്യ, മക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ എല്ലാവരെയും അവരർഹിക്കുന്ന സ്നേഹം നൽകി അർഹിക്കുന്നവരിൽ നിന്ന് സ്നേഹം സ്വീകരിച്ച് മുന്നോട്ട് പോവാനും നാളെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്നേഹ സംഗമത്തിൽ ഒന്നിച്ചു ചേരാനും അള്ളാഹു തആല നമ്മളോട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.